ഹലോ, അപ്പോൾ ഇന്ന് ലോക വായനാ ദിനമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻ നിങ്ങൾക്ക് കാണിച്ചതാണ്. അങ്ങനെ വലിയ കളക്ഷനൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഈ റീഡിങ് ഹാബിറ്റ് തുടങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ല. മുന്നൊക്കെ വായിച്ചിരുന്നു, എപ്പോഴെങ്കിലും കൂടുമ്പോൾ ഒരു ബുക്ക് 2 ബുക്ക്. പക്ഷെ ഇപ്പോൾ കുറച്ചടിയായിട്ട് ബുക്കുകളോട് ഭയങ്കര പ്രണയമാണ്. ബുക്കുകൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടൽ ഞാൻ വായിക്കുകയും ചെയ്യും കേട്ടോ. നല്ല ബുക്കുകളൊക്കെ ഇരുന്ന് വായിക്കുകയും ചെയ്യും. എനിക്ക് അങ്ങനെ ഒരുപാട് ബുക്കുകൾ മേടിക്കില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ബുക്കുകൾ കണ്ടു കഴിഞ്ഞാൽ അത് മേടിക്കും, അതിരുന്ന് വായിക്കും. അങ്ങനെ ഒറ്റയടിക്കൊന്നും വായിക്കില്ല, പതുക്കെ എൻ്റെതായ സമയത്ത്, ഒഴിവ് സമയത്ത് ഞാനിന്ന് വായിക്കുന്ന ബുക്കുകളാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ബുക്ക് കളക്ഷൻസ് ആണിത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ഏതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ബുക്ക് എന്ന്. ഇതിൽ ഒരു ബുക്ക് ഞാൻ ഒറ്റയടിക്ക് ഇരുന്നിരിപ്പിന് വായിച്ച ബുക്കാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ബെന്യാമിൻ്റെ ആടുജീവിതം. ഈ ഒരു ബുക്ക് ഒറ്റയിരിപ്പിന് ഞാൻ വായിച്ചു തീർത്ത ബുക്കാണ്. അടിപൊളി ബുക്കാണ് കേട്ടോ. പിന്നെ അഖിൽ പി ധർമ്മജൻ്റെ രാത്രി 12-ന് ശേഷം. നല്ല ബുക്കാട്ടോ, നല്ല അടിപൊളിയാണ്. അഖിലിൻ്റെ വേറൊരു നോവലിൻ്റെ കയ്യിലുണ്ട്, 2 ഉണ്ട്. ഇനി ഒരെണ്ണം കൂടി മേടിക്കുന്നത്. ഒരു ഓജോ ബോർഡ് ഉണ്ട്, അതെനിക്ക് കിട്ടിയിട്ടില്ല, അതുകൂടി വായിക്കണം. ഇത് നല്ല ബുക്കാണ്. ഓജോ ബോർഡ് ഞാൻ പകുതി വായിച്ചു തീർത്തിട്ടുണ്ട്, വേറെ എവിടെ നിന്നോ ബുക്ക് കിട്ടിയിട്ട്, പക്ഷെ മേടിക്കണം. പിന്നെ അമൽ CS-ൻ്റെ അഭി അനു ആനന്ദം. നല്ലൊരു ഫീൽ തരുന്നൊരു നോവലാണ് കേട്ടോ, നല്ല നോവലാണ്. നമ്മുടെ MTയുടെ 2-ാം ഊഴം. ഇതൊക്കെ ഞാൻ കുറേ ദിവസം എടുത്ത് വായിച്ച ബുക്കാണ് കേട്ടോ. പിന്നെ MTയുടെ നിന്റെ ഓർമ്മയ്ക്ക്, അശ്വതിയുടെ ഠായില്ലാത്ത മിഠായികൾ. ഇത് ഞാൻ ഗൾഫിലാവുന്ന സമയത്ത് അവിടെ നിന്ന് മേടിച്ചതാണ്. ജോസഫിൻ്റെ ദൈവത്തിൻ്റെ ചാരമ. ജോസഫിൻ്റെ നോവലുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ കളക്ഷൻ ഞാൻ ഈ എഴുതി വെച്ചിട്ടുണ്ട് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ല നോവലാണ്. പിന്നെ MTയുടെ മഞ്ഞ്. പിന്നെ വീണ്ടും ജോസഫിൻ്റെ കാമം, സ്നേഹം, ഭ്രാന്ത്. നല്ല നോവലാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമുള്ള നോവലാണ്. പിന്നെ ഇപ്പോൾ എല്ലാവരുടെ ബുക്ക് കളക്ഷൻസിലുള്ളൊരു ബുക്കാണ് ഒരിക്കൽ. നല്ല നോവലാണ് കേട്ടോ, N മോഹനൻ്റെ. നല്ല രസമുള്ള നോവലാണ് കേട്ടോ. ഞാനത് 2 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നോവൽ. വെറുതെ ഇരുന്ന് വായിക്കും, നമുക്കൊരു ഒരു ഫീൽ തരുന്ന നോവൽ. ഇത് അശ്വതിയുടെ തന്നെ കാളി. നല്ല നോവലാണ്. MTയുടെ നാലുകെട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നോവലാണ്. ഞങ്ങളുടെ നാട്ടിലുണ്ടായ കഥയാണ് കേട്ടോ. MT ഞങ്ങളുടെ നാട്ടുകാരനാണ്. പിന്നെ മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ. വിഷ്ണു കല്ലടയ്ക്കൻ്റെ നീ പറഞ്ഞ മഴ. നല്ല രസമാണ് കേട്ടോ, പ്രണയത്തിൻ്റെ നോവൽ, നല്ല രസമാണ്. പിന്നെ MTയുടെ മുത്തശ്ശിമാരുടെ രാത്രി. അഞ്ചൽ താജിൻ്റെ ഈ സ്നേഹം. നല്ല നോവലാണ്. ഇതെല്ലാം നല്ല നോവൽ ഞാൻ പറയാൻ കാരണം ഞാൻ വായിച്ചത് കൊണ്ടാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ കുറച്ച് കളക്ഷൻസ് മാത്രമേ ഞാൻ മേടിക്കാറുള്ളൂ. മാധവിക്കുട്ടിയുടെ പ്രണയ നോവലുകൾ, പ്രണയിക്കുന്നവർക്ക്. ഇത് വീണ്ടും നമ്മുടെ അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി. ഒന്നും പറയാമല്ലോ, കുറേ പേര് വായിച്ചിട്ടുണ്ടാവും ഈ ബുക്ക്. നല്ല നോവലാണ് കേട്ടോ. പിന്നെ ബഷീറിൻ്റെ പ്രേമലേഖനം. MTയുടെ കണ്ണാന്തളിപ്പൂക്കളുടെ കാലം. MTയുടെ ഇരുട്ടിൻ്റെ ആത്മാവ്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. നമ്മളെ തന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു തരുന്ന നോവൽ. അത് വായിച്ചോളുണ്ട്. ഇത് ഞാനിപ്പോൾ മേടിച്ചാണ്. ജോസഫ് അന്നംകുട്ടിയുടെ ആരും കാണാത്ത യുദ്ധങ്ങൾ. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വായിക്കില്ല കേട്ടോ. ഇത് എൻ്റെ മുന്നുള്ള കളക്ഷനാണ്, രാമായണത്തിലെ സീത. ഇതെനിക്ക് പ്രമോഷൻ വന്നൊരു ബുക്കാണ് കേട്ടോ. ഞാൻ പൈസ കൊടുത്ത് മേടിച്ചല്ല, പ്രമോഷനായിട്ട് വന്നതാണ്. നല്ല നോവലാണ് കേട്ടോ. ഇത് എൻ്റെ പ്രണയത്തിൻ്റെ രാജകുമാരിക്ക്, സൈബ ഫാത്തിമ. നല്ല രസം പറഞ്ഞാൽ നമുക്കിങ്ങനെ അടിപൊളിയാവും. വാങ്ങിച്ചോളുണ്ട് ഈ ബുക്ക്. നല്ല നോവലാണ് കേട്ടോ. പിന്നെ MTയുടെ കുട്ടിയടത്തി, MTയുടെ വിലാപയാത്ര. ഇത്രയും ബുക്കിൽ ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. കാരണം ഞാൻ ഒരുപാട് അങ്ങനെ ബുക്കുകളൊന്നും മേടിക്കാത്ത ഒരാളാണ്. ഉള്ള ബുക്ക് ഇത്ര ബുക്കേ ഉള്ളൂ. അപ്പം ഇന്ന് വായനാ ദിനം ആയതുകൊണ്ട് ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എന്താണ്, ബുക്കുകളോടൊക്കെ ഭയങ്കര ഒരു പ്രണയമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ബുക്കുകളിരുന്ന് വായിക്കാൻ. അതിങ്ങനെ തിരക്കിട്ട് വായിക്കാൻ ഇഷ്ടമല്ല, ഞാൻ എൻ്റേതായ സമയത്ത് വെറുതെ ഇരുന്ന് വായിക്കും. പിന്നെ ഇംഗ്ലീഷ് നോവലുകളൊന്നും വായിക്കില്ല, അതൊന്നും എനിക്ക് ദഹിക്കില്ല. അപ്പോൾ അതൊന്നും ഇംഗ്ലീഷ് നോവൽ 1-2 വെച്ച് എൻ്റെ കയ്യിലുണ്ട്. അത് എവിടെയാണാവോ, ഞാൻ അങ്ങനെ എടുക്കാമല്ലോ. പക്ഷെ എനിക്ക് ഇങ്ങനെ മലയാളം നോവലുകൾ, മലയാളം അതില്ലേ നമ്മുടെ മാതൃഭാഷയിൽ വായിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം വേറെ എന്തെങ്കിലും കിട്ടില്ല നമുക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബുക്ക് കളക്ഷൻ. അപ്പോൾ ഇതൊരു വായനാ ദിനം ആയതുകൊണ്ട് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി. അപ്പോൾ ബുക്ക് റീഡിങ് ഹാബിറ്റ്സ് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തുടങ്ങിക്കൊണ്ട്. നല്ല രസമാണ്, ബുക്കുകളോട് പ്രണയിക്കാൻ നല്ല രസമാണ്, നല്ല അടിപൊളിയാണ്. ഇങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ബുക്കും കൂടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓക്കെ.